ഇത് സ്ട്രോപ്പ് ക്രീം ഇട്ടതിന് ശേഷമുള്ള അമ്മയുടെ മുഖമാണ്. സ്ട്രോപ്പ് ക്രീം ഇടുന്നതിന് മുന്നേ ഉള്ള അമ്മയുടെ ഫേസ് തമ്മിലുള്ള ഡിഫറൻസാണ്. ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഫേസസ് കാനഡയുടെ സ്ട്രോപ്പ് ക്രീമിൻ്റെ റിവ്യൂ ആണ്. ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് ഷിയ ബട്ടർ ആൻഡ് ഹൈലൂറോണിക് ആസിഡിൻ്റെ കോമ്പിനേഷനുള്ള ഫേസസ് കാനഡ സ്ട്രോപ്പ് ക്രീമാണ്. റോസ് ഗോൾഡ് ആണ്. ഇത് 30 ml പാക്കേജിലാണ് കിട്ടുന്നത്. നമുക്ക് ഈ സ്ട്രോപ്പ് ക്രീമിൻ്റെ ഒരു 30 ml പാക്കേജിന് ഒരു 599 റുപ്പീസോളം വില വരുമെങ്കിൽ പോലും ഇത് വർത്ത് ദി പ്രൈസായിട്ടുള്ള പ്രോഡക്റ്റാണ്. കാരണം ഇത് നമുക്ക് ഒരു സീറോ മേക്കപ്പ് ലുക്ക് പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. നമുക്ക് വേറെ ഒരു സാധനം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രം ഇട്ടിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് സ്കിൻ കെയർ മാത്രം നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്ത് നമുക്കൊരു ഗ്ലോയി റേഡിയൻസൊക്കെ നമ്മുടെ മുഖത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ഒരു പാക്കേജിങ്ങിലാണ് ഇത് കിട്ടുന്നത്. എനിക്ക് തോന്നിയത് ഇത് മേടിച്ച് യൂസ് ചെയ്തതിന് ശേഷം തോന്നിയെന്ന് വെച്ചാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ലെഡ് എപ്പോഴും ലൂസായി പോകുന്നൊരു മേളത്തെ ഒരു കവർ അങ്ങനെ ലൂസായി പോകുന്നൊരിതുണ്ട്. ഇപ്പോൾ പിന്നെ ഞാൻ അമ്മയുടെ നെറ്റിയുടെ ഭാഗത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ്. ഒരു സൈഡിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഒരു ഗ്ലോ. മറ്റേ സൈഡിൽ വെച്ച് നോക്കുമ്പോഴും ഞാൻ എൻ്റെ കയ്യിലും അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. ആദ്യം ഞാൻ മിനിമൽ എമൗണ്ട് മാത്രമാണ് കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പം എനിക്ക് വലിയതായിട്ടൊന്നും തോന്നിയില്ല. പിന്നെയും ഞാൻ ഒരു ലെയറും കൂടെ ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് നല്ലൊരു എവിഡൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തപ്പോൾ അമ്മ തന്നെ പറഞ്ഞു നല്ല രസമുണ്ട്, ഇനി എന്തെങ്കിലും ക്രീം വല്ലതും പുതുതായിട്ട് മേടിച്ചു വന്ന്. അതായത് അമ്മയ്ക്ക് ഉപയോഗിക്കുന്നതിന് മുന്നേ ആണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ട് മേടിക്കേണ്ട ഒരു സാധനമാണ്. ഇപ്പം ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് രണ്ട് കയ്യിലേയും വെച്ച് നോക്കുമ്പോൾ ആ ഭാഗത്തുള്ള ഒരു ഗ്ലോ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. നമുക്ക് എവിടെ ഒരു ഫംഗ്ഷൻ അധികം മേക്കപ്പ് ഇടാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിൻ കെയർ കൊടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ഫേസ് കോൺടർ ചെയ്യുന്ന ഭാഗത്ത് മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് തോന്നും. ഇത് ആക്ച്വലി ത്രൂ ഔട്ട് നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നൊരു ഇതും ഗ്ലോയൊന്നും അല്ല. ജസ്റ്റ് ആ ഒരു ഫങ്ഷന് വേണ്ടി മാത്രം നമുക്ക് സ്ട്രോപ്പ് ക്രീം ഇട്ട് പോയാൽ കുറച്ചുകൂടെ ഒരു ഗ്ലോ കിട്ടുമെന്നല്ലാണ്ട് ഇത് നമ്മുടെ സ്കിന്നിന് അല്ലാണ്ട് ചേഞ്ചൊന്നും വരത്തില്ല കേട്ടോ. ജസ്റ്റ് ഫോർ എ ഫങ്ഷൻ അങ്ങനെ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റൂ. എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ഒന്ന് മേടിക്കുക. എൻ്റെ രണ്ട് കയ്യിലെയും ആ ഭാഗത്ത് വെച്ച് നോക്കും, നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ആ കൈയുടെ നമ്മൾ അപ്ലൈ ചെയ്ത കൈയുടെ ഒരു സൈഡും അപ്പുറത്തെ സൈഡാണ്. ഈ സൈഡിൽ ഗ്ലോ ഇല്ല, പക്ഷെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇത് അപ്ലൈ ചെയ്തും ഫേസിൽ